വൈക്കിങ്സ് എന്ന സീരീസ് എന്തുകൊണ്ട് ഇത്രയും പ്രശസ്തമാകുന്നു? ആ ചോദ്യത്തിന് എല്ലാവരും കൊടുക്കുന്ന ഒരു ഉത്തരമാണ് റാഗ്നാർ ലോത്ബ്രോക്ക് എന്ന് പറയുന്ന കഥാപാത്രം. എന്നാൽ സീരീസ് മാത്രമല്ല കേട്ടോ, വൈക്കിങ്സിൻ്റെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ പോലും റാഗ്നാറിൻ്റെ ലെജൻഡുകൾ ഒരുപാട് വൈക്കിങ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. അത്ര കണ്ട് എന്ത് പ്രത്യേകതയാണ് ഈ ഒരു കഥാപാത്രത്തിനുള്ളത്? ഇന്ന് റാഗ്നാർ എന്ന് പറയുന്ന കഥാപാത്രത്തിനെ കുറിച്ചുള്ള ഒരു ക്യാരക്ടർ അനാലിസിസ് ആണ്. അതുപോലെ തന്നെ എന്തുകൊണ്ട് വൈക്കിങ്സിനെ കുറിച്ചൊരു സീരീസ് എടുത്തപ്പോൾ റാഗ്നാറിനെ തന്നെ മെയിൻ ക്യാരക്ടറാക്കി എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരവും കൂടെയാണ്. കാരണം ചരിത്രത്തിൽ അത്രത്തോളം പ്രാധാന്യമുണ്ട് റാഗ്നാറിൻ്റെ കഥകൾക്ക്. ഈ വീഡിയോ അവസാനം വരെ കാണുക. നമുക്ക് നോക്കാം റാഗ്നാർ ലോത്ബ്രോക്ക് എന്ന് പറയുന്ന കഥാപാത്രത്തെക്കുറിച്ച്. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. തുടക്കത്തിൽ തന്നെ റാഗ്നാർ ലോത്ബ്രോക്ക് എന്ന് പറയുന്ന ഈ പേരിനെ കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. ഈ റാഗ്നാർ ലോത്ബ്രോക്ക് എന്നല്ലായിരുന്നു ഈ ഒരു കഥാപാത്രത്തിൻ്റെയും ചരിത്രത്തിലുള്ള ഈ ഒരു വ്യക്തിയുടെയും യഥാർത്ഥ പേര്. നമ്മൾ ഈ വൈക്കിങ്സിലേക്കൊക്കെ പോകുമ്പോഴും അതുപോലെ നോർസ് ചരിത്രങ്ങളിലേക്കൊക്കെ പോകുമ്പോഴും ഒരാൾക്ക് പേരിടുന്നത് അയാളുടെ അച്ഛൻ്റെ പേരിൻ്റെ പിറക്കെ ഒരു സണ്ണും കൂടെ ചെറുതിലായിരിക്കും. അതായത് ഇപ്പോൾ തോർ അറിയാമല്ലോ, ഗോഡ് ഓഫ് തണ്ടർ. ഈ നോർസ് ഗോഡ് ഓഫ് തണ്ടർ ആയിട്ടുള്ള തോറിൻ്റെ ഫുൾ നെയിം തോർ ഓഡിൻസൺ എന്നാണ്. കാരണം എന്താണ്? തോറിൻ്റെ അച്ഛൻ്റെ പേര് ഓഡിൻ എന്നാണ്, ഓഡിൻ്റെ മകനായ തോർ. അതുപോലെ ഓരോ ആളുകൾക്കും അവരുടെ പേരിൻ്റെ പിന്നിൽ അച്ഛൻ്റെ പേരിൻ്റെ കൂടെ സണ്ണും കൂടെ ചേർത്തായിരുന്നു ഇട്ടിരുന്നത്. ഇപ്പോൾ സീഗഡിൻ്റെ മകനെ സീഗഡ്സൺ എന്ന് വിളിക്കും, റാഗ്നറിൻ്റെ മകനെ റാഗ്നാർസൺ എന്ന് വിളിക്കും. അതുപോലെ റാഗ്നാറിൻ്റെ യഥാർത്ഥ പേര് വന്നിട്ട് റാഗ്നാർ സീഗഡ്സൺ എന്നായിരുന്നു. കാരണം റാഗ്നാറിൻ്റെ അച്ഛൻ്റെ പേര് സീഗഡ് എന്നായിരുന്നു. അപ്പോൾ റാഗ്നാർ സീഗഡ്സൺ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്ക് എങ്ങനെ റാഗ്നാർ ലോത്ബ്രോക്ക് എന്ന് പേര് വീണു? അതിന് നമുക്ക് പറയണമെങ്കിൽ ഈ ഒരു കഥാപാത്രത്തിൻ്റെ ചരിത്രത്തിലേക്ക് പോകണം. എല്ലാ ക്യാരക്ടർ അനാലിസിസ് ചെയ്യുന്നത് പോലെയും കഥാപാത്രത്തിൻ്റെ ഒരു കഥയിലൂടെ പോയിട്ട് നമുക്ക് ക്യാരക്ടർ അനാലിസിസിലേക്ക് പോവാം. ഈ ഒരു വീഡിയോ 2 ഭാഗമായിട്ടാണ് തിരിച്ചേക്കുന്നത്. ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ റാഗ്നാർ ലോത്ബ്രോക്ക് എന്ന് പറയുന്ന കഥാപാത്രത്തെക്കുറിച്ചും ക്യാരക്ടർ അനാലിസിസിനെ കുറിച്ച് പറയും. രണ്ടാമത്തെ ഭാഗത്ത് യഥാർത്ഥ റാഗ്നാർ ലോത്ബ്രോക്കിനെ കുറിച്ച് പറയും. അപ്പോൾ ലാസ്റ്റ് വരെ കാണുക. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ട് ഇയാളെ ഒരു വൈക്കിംഗ് ഹീറോ ആയിട്ട് പറയുന്നുവെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ റാഗ്നാറിന് ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞിരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ആ കാലഘട്ടത്തിൽ അയാളുടെ കൂടെ ജനിച്ച ആളുകളിലേക്ക് വെച്ച് ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള ആളുകളിൽ ഒരാളെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ സീരീസിൽ വരുമ്പോൾ അതിങ്ങനെ പറയുന്നുണ്ട്, ഓഡിൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ തലമുറയിലുള്ള ആളായതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഓഡിൻ എന്ന് പറയുന്ന ദൈവം ഈ പറയുന്ന റാഗ്നാറിന് ചില സമയങ്ങളിൽ ചില വിഷൻസ് ഒക്കെ കൊടുക്കുന്നത് നമുക്ക് സീരീസിൽ കാണുന്നുണ്ട്. അതെന്ത് തന്നെയാണെങ്കിലും ചെറുപ്പം മുതലേ റാഗ്നാർ വ്യത്യസ്തമായിട്ട് ചിന്തിച്ചിരുന്ന ആളായിരുന്നു. അതുപോലെ തന്നെ നല്ല ബുദ്ധിമാനുമായിരുന്നു, ധൈര്യശാലിയായിരുന്നു. അപ്പോൾ റാഗ്നാർ ചെറുപ്പക്കാരനായിരുന്ന സമയത്ത്, നല്ല ചെറുപ്പമായിരുന്ന സമയത്ത് റാഗ്നാറിൻ്റെ സ്ഥലത്തെ ഒരു സ്വീലൻഡ് രാജാവ് ആക്രമിക്കുകയുണ്ടായി. ഈ സ്വീലൻഡ് രാജാവിൻ്റെ പേര് കിങ് ഫ്രോ എന്നായിരുന്നു. അപ്പോൾ ഈ കിങ് ഫ്രോ റാഗ്നാറിൻ്റെ സ്ഥലത്തുള്ള നോർവീജിയൻ കിങ് ആയിട്ടുള്ള കിങ് സീവാർഡിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി വകവരുത്തുകയുണ്ടായി. അപ്പോൾ ഇത് എല്ലാവർക്കും അങ്ങോട്ട് എന്താ പറയുക, അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റാത്തൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ എസ്പെഷ്യലി റാഗ്നാർ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ലോയൽറ്റി, അതായത് കൂറ് കാണിക്കുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. റാഗ്നാർ വളരെ ചെറുപ്പമായിരുന്നപ്പോൾ തന്നെ ഇവരുടെ രാജാവ്, അതായത് സീവാർഡ് എന്ന് പറയുന്ന രാജാവിനെ കീഴ്പ്പെടുത്തിയിട്ടാണല്ലോ ഈ കിങ് ഫ്രോ എന്ന് പറയുന്ന ആൾ അവരുടെ രാജ്യം പിടിച്ചടക്കിയത്. അപ്പോൾ ഈ സീവാർഡ് എന്ന് പറയുന്ന രാജാവിൻ്റെ വിശ്വസ്തരുടെ കൂടെ കൂടി ഒരു എന്താ പറയുക, മറ്റേ എതിർപക്ഷത്തുള്ള രാജാവിനെതിരെ ഒരുപാട് കലാപങ്ങളും പോരാട്ടങ്ങളും എല്ലാം നടത്തി യുദ്ധത്തിൽ ഈ രാജാവുമായിട്ട് ഫേസ് ടു ഫേസ് വന്ന് ചെറുപ്പക്കാരനായിട്ടുള്ള റാഗ്നാർ നല്ലതുപോലെ പോരാടുന്നുണ്ട്. അതൊരു ചെറുപ്പക്കാരനിൽ കാണിക്കാവുന്നതിലേക്ക് വെച്ച് ഏറ്റവും വലിയ ധീരതകളിൽ ഒന്നായിട്ടാണ് പറയുന്നത്. റാഗ്നാറിനൊരു പ്രത്യേകതയുണ്ട്. ആ കാലഘട്ടത്തിലുള്ള ആളുകൾ ഇട്ടിരുന്ന ഡ്രസ്സിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിരുന്നു റാഗ്നാറിൻ്റെ ഫാഷൻ സെൻസ്. പുള്ളിക്കാരൻ ധരിക്കുന്ന ഡ്രസ്സുകളിലെല്ലാം കുറച്ച് എന്താ പറയുക, ഹെയറി ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ധരിച്ചിരുന്നത്. അതായത് രോമങ്ങളുള്ള ഡ്രസ്സുകളാണ് ധരിച്ചിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഡ്രസ്സുകളായിരുന്നു റാഗ്നാറിന് താല്പര്യം. ഈ യുദ്ധത്തിന് പോയപ്പോഴും റാഗ്നാർ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് പോയത്. ഈ കിങ് ഫ്രോ എന്ന് പറയുന്ന രാജാവുണ്ടല്ലോ, സ്വീലൻഡ് രാജാവ്, ഇവിടെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ രാജാവ്, ഈ രാജാവ് ഒരു കാര്യത്തിൽ വളരെ ഫേമസ് ആണ്. അത് ഈ രാജാവിൻ്റെ പ്രത്യേകതയാണ്. ഇയാളെ ഇണക്കി വളർത്തിയേക്കുന്ന പാമ്പുകളെ ഇയാൾ കഴുത്തിലൂടെ ഇങ്ങനെ ഇട്ടേക്കും. എന്നിട്ട് പോരാടുന്ന സമയത്ത് ഈ പാമ്പുകളുണ്ടല്ലോ, ഈ ആക്രമിക്കാൻ വരുന്ന ആളുകളെ കൊത്തി വകവരുത്തുകയും ചെയ്യും. അപ്പോൾ യുദ്ധക്കളത്തിൽ കിങ് ഫ്രോ പോകുമ്പോഴത്തേക്കും അയാൾ കഴുത്തിൽ ഇങ്ങനെ പാമ്പുകളെ ഇട്ടിട്ടായിരിക്കും പോകുന്നത്.
അപ്പോൾ റാഗ്നാറുമായിട്ട് നേർക്ക് നേരെ ഈ രാജാവ് ആക്രമിക്കാൻ വന്നപ്പോഴത്തേക്കും രാജാവിൻ്റെ കഴുത്തിൽ കിടന്ന പാമ്പുകൾ റാഗ്നാറിനെ കൊത്തി. പക്ഷേ റാഗ്നാറിൻ്റെ ദേഹത്തുണ്ടായിരുന്ന ഈ ഹെയറി ഡ്രസ്സുകൾ, അതായത് രോമങ്ങളുള്ള ഈ ഡ്രസ്സുകളുടെ രോമങ്ങൾ കാരണം പാമ്പിന് റാഗ്നാറിനെ കൊത്താൻ കഴിഞ്ഞില്ല. അകത്തേക്ക് പാമ്പിൻ്റെ പല്ല് പോയില്ല. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യുദ്ധത്തിൽ ഹെയറി ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന റാഗ്നാർ ശ്രദ്ധേയനായി. അങ്ങനെ റാഗ്നാറിന് ആ പേര് വീഴുകയാണ്, റാഗ്നാർ ലോത്ത്ബ്രോക്ക്. ലോത്ത്ബ്രോക്ക് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഹെയറി ഡ്രസ്സുകൾ ഹെയറി ബ്രീച്ചസ് എന്നാണ് ഈ ഒരു ലോത്ത്ബ്രോക്ക് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഹെയറി ബ്രീച്ചസ് ധരിച്ച് പ്രശസ്തനായ റാഗ്നാർ എന്നാണ് റാഗ്നാർ ലോത്ത്ബ്രോക്ക് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. ചരിത്രത്തിലും റാഗ്നാർ ലോത്ത്ബ്രോക്കിന് പേര് വീഴാനുള്ള കാരണം തൻ്റെ വ്യത്യസ്തമായിട്ടുള്ള വസ്ത്രധാരണം കൊണ്ട് തന്നെയാണ്. പിന്നെ ശേഷം റാഗ്നാർ ജനങ്ങൾക്കിടയിൽ ഈ പോരാട്ടത്തിലൂടെ അയാളുടെ ഒരു സ്ഥാനം സൃഷ്ടിച്ചെടുത്തു. പിന്നീട് പല പല പോരാട്ടങ്ങളിലേക്ക് പോവുകയും അതുപോലെ തന്നെ കാലാകാലങ്ങളിൽ ആളുകൾ ചിന്തിച്ചു പോരുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തനായി ചിന്തിക്കുകയും വൈക്കിങ്ങുകളുടെ പ്രശസ്തിയെ കടൽ കടത്തി അപ്പുറം കൊണ്ടുപോവുക ചെയ്ത് ജനങ്ങൾക്കിടയിൽ നല്ലൊരു സ്ഥാനം പിടിച്ചെടുക്കുന്നുണ്ട്, രാജാവാകുന്നുണ്ട്. പിന്നെ സീരീസിലുടനീളം റാഗ്നാറിൻ്റെ കഥകൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതാണ് റാഗ്നാറിൻ്റെ ഒരു ബേസിക് സ്റ്റോറി. അതായത് നമുക്ക് സീരീസിലുള്ള റാഗ്നാറിൻ്റെ ഒറിജിൻ സ്റ്റോറി ഇതാണ്. അപ്പോൾ ഇനി റാഗ്നാർ എന്ന് പറയുന്ന കഥാപാത്രത്തെക്കുറിച്ച് നമുക്കൊന്ന് പറയാം. ഒരാൾ എപ്പോഴാണ് പ്രശസ്തനാവുന്നത്, അല്ലെങ്കിൽ ഒരാൾ എപ്പോഴാണ് വ്യത്യസ്തനാവുന്നത്, അല്ലെങ്കിൽ ഒരാൾ എപ്പോഴാണ് ജനഹൃദയങ്ങളിലേക്ക് കയറി ചെല്ലുന്നത്? അയാൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി ചിന്തിച്ചു തുടങ്ങുമ്പോൾ. എങ്ങനെ വ്യത്യസ്തനായി ചിന്തിക്കുമ്പോൾ? തൻ്റെ കൂടെയുള്ള ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി കാലാകാലങ്ങളായി ഫോളോ ചെയ്തു വന്നിരുന്ന വിശ്വാസ രീതികളിൽ നിന്നെല്ലാം വ്യതിചലിച്ച് കാലത്തിനനുസരിച്ചുള്ള ചിന്തകൾ സ്വീകരിക്കുകയും ആ ചിന്തകൾ വഴി തനിക്കും തൻ്റെ ചുറ്റിനുള്ള ആളുകൾക്ക് വേണ്ടി നന്മകൾ ചെയ്യുമ്പോഴും, അതുപോലെ തന്നെ അത്രയും കാലവും ഫോളോ ചെയ്തിരുന്ന സിസ്റ്റത്തിനെ എല്ലാം ബ്രേക്ക് ചെയ്ത് കുറച്ചുകൂടെ വലിയ ലക്ഷ്യങ്ങളിലേക്ക് പോകുന്ന ചിന്തകളും കൂടെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഒരാൾ ശ്രദ്ധേയനാവുന്നത്. ഏകദേശം ഇത് തന്നെയാണ് റാഗ്നാർ ഈ സീരീസിലുടനീളം കാണിക്കുന്നത്. അത്രയും കാലവും റാഗ്നാറിൻ്റെ കാലഘട്ടത്തിൽ എല്ലാവരും കടൽ കടന്നങ്ങോട്ട് വെസ്റ്റേൺ ഏരിയയിലോട്ട് പോയിരുന്നില്ല, ഇംഗ്ലണ്ട് ഭാഗത്തോട്ടൊന്നും പോയിരുന്നില്ല. അവരെല്ലാവരും ആ ഒരു കുറച്ച് ചെറിയൊരു പ്രദേശത്തിൽ തന്നെയായിരുന്നു ഈ ഒരു ആക്രമണങ്ങളും കാര്യങ്ങളും എല്ലാം നടത്തിയിരുന്നത്. ഈ നോർവീജിയൻ, നോർസേ ആ ഒരു ഏരിയയിൽ തന്നെയാണ് അവരതെല്ലാം ചെയ്തിരുന്നത്. എന്നാൽ ഇവരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന രാജാക്കന്മാരുടെയും ചിന്താഗതിയെല്ലാം ബ്രേക്ക് ചെയ്ത് കടൽ കടത്തി ഇവരെ അപ്പുറത്തേക്ക് കൊണ്ടുപോയത് റാഗ്നാർ ഒരുത്തൻ്റെ കോൺഫിഡൻസ് ആയിരുന്നു. അപ്പോൾ റാഗ്നാറിൻ്റെ ആ ഒരു ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കണം. എന്താണ്? കാലാകാലങ്ങൾ നമ്മൾ വിചാരിച്ച് വെച്ചേക്കുന്ന കാര്യങ്ങളും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ പുരോഗമനം എന്നും പറഞ്ഞൊരു സാധനം ഉണ്ടാകത്തില്ല. പുരോഗമനം ഉണ്ടാവണമെങ്കിൽ കാലത്തിനനുസരിച്ച് നമ്മൾ നമ്മുടെ ചിന്താഗതികളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. റാഗ്നാറിൻ്റെ ഒരു പ്രത്യേകത അതല്ലേ, കാലത്തിനനുസരിച്ച് ഈ കഥാപാത്രം ഒരുപാട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി റാഗ്നാറിൻ്റെ കൂടെ നിൽക്കുന്ന ഫ്ലോക്കി, റോളോ ഇവരെയൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവരാദ്യം തൊട്ട് അവസാനം വരെ ഏകദേശം ഒരേ സ്വഭാവം തന്നെയാണ്. വലിയ മാറ്റമൊന്നും വരുന്നില്ല. കുറച്ച് നേരെയാവുന്നുണ്ടെന്നല്ലാതെ അവരുടെ ചിന്താഗതിയിലൊന്നും വലിയ വ്യത്യസ്തമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാകുന്നില്ല. എന്നാൽ റാഗ്നാറിന് ആ മാറ്റങ്ങളുണ്ടാകും. ഒരു രാജാവിന് വേണ്ട നയതന്ത്രം, ഇമോഷനെ കൺട്രോൾ ചെയ്യേണ്ട സ്ഥലത്ത് ഇമോഷനെ കൺട്രോൾ ചെയ്ത് ലോജിക്ക് ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ ലോജിക്ക് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളെല്ലാം റാഗ്നാറിന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു ഇമോഷൻ്റെ പുറത്ത് പെട്ടെന്ന് എന്തെങ്കിലും ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമത്തിൻ്റെ പുറത്ത് കാണിക്കാൻ നമ്മൾ ഓരോന്ന് ചെയ്തു കൂട്ടും. എന്നിട്ട് അടുത്ത സെക്കൻഡ് നമ്മൾ അതിനെക്കുറിച്ച് വേണ്ടായിരുന്നു എന്ന് തോന്നുകയും ചെയ്യാറുണ്ട് അല്ലേ? ചില സമയങ്ങളിൽ ഒന്ന് സൈലൻ്റായിട്ട് ഇമോഷനെ പിറകോട്ട് വലിച്ച് ലോജിക്കിനെ മുന്നിൽ നിർത്തി ചിന്തിച്ചാൽ ആ ഒരു സിറ്റുവേഷന് നല്ലൊരു സൊല്യൂഷൻ കിട്ടും. ആ സൊല്യൂഷൻ അനുസരിച്ച് പെരുമാറുന്നത് നല്ലതാണെന്ന് റാഗ്നാർ എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ നമുക്ക് പല സ്ഥലങ്ങളിലും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഇപ്പോൾ മറ്റ് രാജാക്കന്മാരുമായിട്ടെല്ലാം അവർ നമ്മളെ ആക്രമിച്ചു, അതുകൊണ്ട് അവരെ നമ്മൾ കീഴ്പ്പെടുത്തിയേ പറ്റുള്ളൂ, അവരെ നമ്മൾ ആക്രമിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്ന സമയങ്ങളിൽ റാഗ്നാർ ചിന്തിക്കുന്ന കാര്യമുണ്ട്. അവരുമായിട്ട് സഖ്യം ചേർന്നാൽ നമുക്കൊരു വലിയ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു സംഘടിത ശക്തിയോടുകൂടി നമുക്ക് നമ്മളെ എതിർത്ത് വരുന്ന മറ്റുള്ളവരെ ആക്രമിക്കാം, നമ്മുടെ കൂട്ടമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാം എന്നുള്ള ചിന്തകളെല്ലാം റാഗ്നാറിന് വരുന്നത് കാണുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്തനായിട്ട് ചിന്തിക്കുന്ന ഒരാളായിരുന്നു റാഗ്നാർ. കാലാകാലങ്ങളായി വൈക്കിങ്സിനിടയിൽ വന്നിരുന്ന ചിന്തയിൽ നിന്ന് കുറച്ച് മാറി ചിന്തിച്ച ഒരാൾ. അടുത്തത് റാഗ്നാറിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. തൻ്റെ കൂടെയുള്ള ആളുകളെ ലോയലായിട്ട് തൻ്റെ കൂടെ നിർത്താനായിട്ടുള്ള ഒരു ക്വാളിറ്റി. എന്താണ്? അവരുടെ മുമ്പ് കിടന്ന് ഭരണം കാണിക്കുന്നതിന് പകരമായിട്ട് ഇവരുടെ ലീഡറാണെന്നുള്ള സ്ഥാനം കളയാതെ അവരോട് ഒരു ഫ്രണ്ട്ഷിപ്പ് റാഗ്നാർ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് എപ്പോഴും. എന്നാൽ ഒരു ലീഡറാണ് റാഗ്നാർ എന്ന് മനസ്സിലാക്കുന്ന രീതിക്കുള്ള പെരുമാറ്റവും അയാളിൽ നിന്നുണ്ടാവും. ഒരു സമയത്ത് എങ്ങനെ പെരുമാറണമെന്ന് അയാൾക്കറിയാം. എന്നാൽ ഇവിടെ എല്ലാത്തിൽ നിന്നും റാഗ്നാറിനെ വ്യത്യസ്തനാക്കുന്ന മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ക്വാളിറ്റി ഉണ്ട്. എന്താണെന്നറിയോ?
റാഗ്നാർ ഒരിക്കലും തൻ്റെ ചിന്താഗതിയെയും തൻ്റെ കാഴ്ചപ്പാടുകളെയും തൻ്റെ ദീർഘവീക്ഷണത്തെയുമെല്ലാം ഒരു ചെറിയ സർക്കിളിൻ്റെ ഉള്ളിൽ നിർത്തത്തില്ല. അതായത് ഈ വൈക്കിങ്സിനിടയിൽ കാലാകാലങ്ങളായിട്ട് വന്നിരുന്ന ചിന്തകൾക്കിടയിൽ മാത്രമല്ല അയാൾ ഒതുക്കി നിർത്തിയിരുന്നത്, അയാളത് എക്സ്പാൻഡ് ചെയ്യുമായിരുന്നു. അതായത് മറ്റുള്ളവരുടെ ചിന്താരീതികളെയും മറ്റുള്ളവരുടെ വിശ്വാസ രീതികളെയും എല്ലാം റാഗ്നാർ അംഗീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. റാഗ്നാറിനിടയിൽ അത്തൽസ്റ്റാൻ എന്ന് പറയുന്ന ഒരു പ്രീസ്റ്റ് വരുന്നുണ്ട്. ആ പ്രീസ്റ്റ് വന്ന സമയത്ത് എല്ലാവരും ആ പ്രീസ്റ്റിൻ്റെ വിശ്വാസങ്ങളെ കളിയാക്കിക്കൊണ്ടിരുന്ന സമയത്ത് റാഗ്നാർ ആ പ്രീസ്റ്റിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ക്വാളിറ്റി നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒന്നാണ്. എന്താണ്? എനിക്കറിയാവുന്നത് മാത്രമാണ് ശരി, ഇവൻ പറയുന്നത് ശരിയല്ല എന്ന് പറയുന്നതിന് പകരം അവൻ പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടോ എന്ന് പഠിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്. അങ്ങനെ വെച്ചാൽ ഓരോ നിമിഷവും നമുക്ക് നോളജ് എന്ന് പറയുന്ന സാധനം കൂടിക്കൊണ്ടിരിക്കും. അതായത് ഏതൊരു സാഹചര്യത്തെയും എതിർക്കുന്നതിന് പകരം അതിന് മറുപടി കണ്ടെത്തുന്നതിന് പകരം അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അതൊരുപാട് ബെനിഫിഷ്യലായിരിക്കും. അത് നമുക്ക് റാഗ്നാറിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിന് പൂർണ്ണമായും തള്ളിക്കളയുന്നതിന് പകരം എല്ലാത്തിനെയും ഒരു പഠിക്കുന്ന മനസ്സിലാക്കുന്ന ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നുള്ള നല്ല കാര്യങ്ങളും കൂടെ ഉൾക്കൊള്ളാൻ പറ്റും. ഇതെല്ലാം റാഗ്നാറിൻ്റെ മറ്റൊരു ക്വാളിറ്റിയാണ്. ഇനി മറ്റൊരു കാര്യം പറയട്ടെ. പോരാടുന്ന സമയത്ത് റാഗ്നാർ എപ്പോഴും തൻ്റെ ചുറ്റിനുമുള്ള ആളുകളുടെ സേഫ്റ്റി എൻഷുർ ചെയ്യുന്നുണ്ട്. എന്നാൽ പോരാട്ട ഭൂമിയിൽ വെച്ചിട്ട് എടുക്കേണ്ട ക്രിട്ടിക്കലായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് റാഗ്നാർ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. ഇതുതന്നെയാണ് ഈ ഒരു കഥാപാത്രത്തെ ഇത്രയും സ്പെഷ്യലാക്കുന്നത്. ഇനി നമ്മൾ യഥാർത്ഥ റാഗ്നാർ ലോത്ബ്രോക്കിൻ്റെ കഥയിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇയാളെന്ന് പറയുമ്പോൾ ലെജൻഡുകളിൽ കൂടെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ നമ്മൾ ഐസ്ലാൻഡിക് സാഗാസിലൂടെ നമ്മൾ കൂടുതൽ പോവുകയാണെങ്കിൽ അവിടെ റാഗ്നാറിൻ്റെ മക്കളെക്കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. റാഗ്നാറിൻ്റെ പോരാട്ടങ്ങളെക്കുറിച്ച് പറയുന്നതിന് പകരമായിട്ട് ഇയാളുടെ ഒറിജിൻ സ്റ്റോറി, കല്യാണത്തെക്കുറിച്ചൊക്കെയാണ് കൂടുതലും അവിടെ പറഞ്ഞു വരുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കും, ഇയാളുടെ കല്യാണത്തിന് എന്തുകൊണ്ട് ഇത്രയും പ്രാധാന്യം വരുന്നു? കാരണം ഈ സാഗാസിലെല്ലാം ഇയാളുടെ കല്യാണത്തെക്കുറിച്ച് പറയണമെങ്കിൽ അതിനെന്തെങ്കിലും പ്രാധാന്യം ഉണ്ടാവുമല്ലോ. പ്രാധാന്യമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാവും. അപ്പോൾ റാഗ്നാറിൻ്റെ ഈ ഒരു ഐസ്ലാൻഡിക് സാഗാസ പ്രകാരം റാഗ്നാറിൻ്റെ ആദ്യത്തെ വിവാഹം എന്ന് പറയുന്നത് ഒരു ഗീറ്റിഷ് യാളെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒരു ഭരണാധികാരിയാണ്. അപ്പോൾ ഒരു യാളിൻ്റെ മകളായിട്ടുള്ള തോറയുമായിട്ടായിരുന്നു. അതെങ്ങനെയെന്ന് വെച്ചാൽ തോറ താമസിച്ചിരുന്ന ആ സ്ഥലത്തെ കാത്തിരുന്നത് ഒരു വലിയ പാമ്പായിരുന്നു. അവർ വളർത്തുന്നിരണം. അപ്പോൾ ഈ പാമ്പിനെ റാഗ്നാർ കീഴ്പ്പെടുത്തുന്നുണ്ട്. ഈ കീഴ്പ്പെടുത്തുന്ന സമയത്ത് റാഗ്നാർ ധരിച്ചിരുന്നത് അയാളുടെ സിഗ്നേച്ചർ ഡ്രസ്സായിട്ടുള്ള ആ രോമങ്ങളുള്ള ഡ്രസ്സുകളായിരുന്നു. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ധരിച്ചുകൊണ്ട് ഈ സർപ്പത്തിനെ കീഴ്പ്പെടുത്തിയത് കൊണ്ട് തന്നെ റാഗ്നാറിന് അവിടെ റാഗ്നാർ ലോത്ബ്രോക്ക് എന്ന് പേര് വീണുവെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വലിയ സർപ്പത്തെ റാഗ്നാർ കീഴ്പ്പെടുത്തിയതോടുകൂടി തോറ ഇംപ്രസ്ഡായി തോറയുമായിട്ട് വിവാഹിതരാകുകയും ചെയ്തു. ഇതിൽ 2 ആൺമക്കളാണ് ഉണ്ടായത്, എറിക്, ആഗ്നാർ. ഇതിനുശേഷം തോറ മരണപ്പെടുകയും അതിനുശേഷം റാഗ്നാർ ക്രാക്ക എന്നൊരു സ്ത്രീയെ വിവാഹം ചെയ്യുകയും ചെയ്തു. ഈ ക്രാക്ക എന്ന് പറയുന്ന സ്ത്രീ ഉണ്ടല്ലോ, പുള്ളിക്കാരി ഭയങ്കര സുന്ദരിയായിരുന്നു. അതുപോലെ തന്നെ നല്ല ബുദ്ധിശാലിയായിരുന്നു. ഇവർ ജീവിച്ചിരുന്നത് ഒരു സാധാരണ പൂർ ഫാമിലിയിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. റാഗ്നാർ ഈ പുള്ളിക്കാരിയെ വിവാഹം ചെയ്യുന്നുണ്ട്. ഈ ക്രാക്ക ആരാണെന്നറിയോ? പുള്ളിക്കാരിയാണ് ഓസ്ലോഗ്. അതായത് സീരീസിലെ ഓസ്ലോഗിൻ്റെ പേരാണ് ഈ ഒരു ക്രാക്ക എന്ന് പറയുന്നത്. പുള്ളിക്കാരിയുടെ പല പേരുകളിൽ ഒരെണ്ണം അത് ക്രാക്ക. അപ്പോൾ ഈ ഒരു ഓസ്ലോഗുമായിട്ടുള്ള വിവാഹത്തിൽ പുള്ളിക്കാരന് ഒരുപാട് പുത്രന്മാരുണ്ടായി. ഹിറ്റ്സ്വർക്ക്, റാഗ്മോൾഡ്, അതുപോലെ സീഗഡ് സ്നേക്കായി, അതുപോലെ വിയോൺ ഐൻസൈഡ്, ഐവാർ ദ ബോൺലെസ്. ഇവരെ രണ്ടുപേരെയും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ആ സീരീസിലുള്ള റാഗ്നാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള 2 ക്യാരക്ടേഴ്സാണ് റാഗ്നാറിൻ്റെ 2 മക്കളെന്ന് പറയുന്നത്. ആരൊക്കെ? ബിയോൺ ഐൻസൈഡും ഐവാർ ദ ബോൺലെസ്സും. ഇവർ സാങ്കല്പികമല്ല, ഇവർ യഥാർത്ഥത്തിൽ വൈക്കിംഗ് ലെജൻഡുകളിലും ചരിത്രത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ പോരാടുന്ന ഒരാളായിരുന്നു ഐവാർ ദ ബോൺലെസ്. ഇനി ഡാനിഷ് സോഴ്സസിലോട്ട് പോവുകയാണെങ്കിൽ റാഗ്നാറിൻ്റെ അച്ഛനായിട്ടുള്ള സീഗഡിനെ ഒരു രാജകുമാരനായിട്ട് പറയുന്നുണ്ട്. സീഗഡിൻ്റെ കാലശേഷം റാഗ്നാർ ഒരു കിങ്ഷിപ്പിലോട്ട്, ഒരു ഭരണാധികാരിയുടെ ഒരു പദവിയിലേക്ക് ഉയർന്നു വരുന്നുണ്ട്. അതിനുശേഷം ഇയാൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചെല്ലാം നമുക്ക് ചരിത്രങ്ങളിൽ കാണാം. അതിനെക്കുറിച്ച് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ പറയാം. ഇയാൾ എന്തുകൊണ്ട് ഫേമസ് ആയെന്നുള്ളത് അങ്ങോട്ട് പോകുമ്പോൾ പറയാം. അപ്പോൾ ഇവിടെ റാഗ്നാറിൻ്റെ ആദ്യകാല പോരാട്ടങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും കിങ് ഫ്രോ എന്ന് പറയുന്ന ഒരാളെ പരാജയപ്പെടുത്തുന്നതായിരുന്നു. ഈ കിങ് ഫ്രോ ഉണ്ടല്ലോ, ഇയാൾ റാഗ്നാറിൻ്റെ അപ്പൂപ്പനെ വധിച്ച ആളായിരുന്നു.
അപ്പോൾ റാഗ്നാർ കിങ് ഫ്രോയുമായിട്ട് ഏറ്റുമുട്ടുന്ന സമയത്ത് റാഗ്നാറിനെ ഹെൽപ്പ് ചെയ്ത അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്ത ഈ പോരാട്ടത്തിൽ അസിസ്റ്റ് ചെയ്ത ഒരു ഷീൽഡ് മെയ്ഡൻ ഉണ്ടായിരുന്നു. വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു പോരാളിയായിരുന്നു ആ ഒരു ഷീൽഡ് മെയ്ഡൻ എന്ന് പറയുമ്പോൾ വൈക്കിംഗ് പോരാളികൾക്ക്, വൈക്കിംഗ് യോദ്ധാക്കൾക്കിടയിലുള്ള സ്ത്രീകളെയാണ് ഈ ഒരു ഷീൽഡ് മെയ്ഡൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഷീൽഡ് മെയ്ഡൻ ഈ ഒരു പോരാട്ടത്തിൽ റാഗ്നാറിനെ ഹെൽപ്പ് ചെയ്യുകയുണ്ടായി. ഈ ഷീൽഡ് മെയ്ഡനാണ് ലാഗർത്ത, നമ്മുടെ സീരീസിലെ റാഗ്നാറിൻ്റെ ആദ്യത്തെ ഭാര്യ ലാഗർത്തയുമായിട്ടുള്ള ഈ ഒരു വിവാഹത്തിലാണ് റാഗ്നാറിന് ഫ്രൈഡ്ലീഫ് എന്ന് പറയുന്ന മകനും അതുപോലെ 2 പുത്രിമാരും ഉണ്ടായത്. കുറച്ചു കഴിഞ്ഞിട്ട് റാഗ്നാർ ഈ ഒരു വിവാഹത്തെ നിഷേധിക്കുകയുണ്ടായി. നിഷേധിച്ചിട്ട് ഒരു സ്വീഡിഷ് രാജാവിൻ്റെ മകളായിട്ടുള്ള തോറയെ വിവാഹം ചെയ്തു. തോറയുമായിട്ടുള്ള വിവാഹത്തിൽ റാഗ്നാറിന് 6 ആൺമക്കളാണ് ഉണ്ടായത്. സീഗേർഡ് സ്നേക്കായി, ഐവാർ ദ ബോൺലെസ്, ബിയോൺ ഐൻസൈഡ്. ശേഷം വിവാഹത്തിന് പുറത്തൊരു സ്ത്രീയുമായിട്ടുള്ളൊരു ബന്ധത്തിൽ റാഗ്നാറിന് ഉബെ എന്നൊരു മകനും ഉണ്ടായി. ഈ ഉബെ എന്ന് പറയുന്ന പേരും മറ്റു 3 പേരുകളും നമ്മൾ സീരീസിൽ കേട്ടിട്ടുണ്ട്. അവസാനം റാഗ്നാർ വിവാഹം ചെയ്ത സ്ത്രീയുടെ പേരാണ് സ്വാൻലോഗ്. ഇത് ഓസ്ലോഗിൻ്റെ മറ്റൊരു പേരാണെന്ന് പറയുന്നുണ്ട്. ഈ ഒരു വിവാഹത്തിൽ 3 ആൺമക്കളാണുള്ളത്. അതിലൊരാളാണ് ഹിറ്റ്സ്വർഗ്. ശേഷം റാഗ്നാർ പിടിച്ചടക്കുന്ന ഓരോ ടെറിട്ടറികളുടെയും ഭരണാധികാരികളായിട്ടും സബ് കിങ്ങുകളായിട്ടും എല്ലാം റാഗ്നാർ തൻ്റെ മക്കളെ നിയമിക്കുകയുണ്ടായി. ഇംഗ്ലണ്ടിലേക്കുള്ള വൈക്കിംഗ് പര്യടനത്തിൽ റാഗ്നാർ അവിടെ ഉണ്ടായിരുന്ന ചില രാജാക്കന്മാരെയും അതുപോലെ സ്കോട്ട്ലൻഡിലെ ഏൾസിനെയും എല്ലാം വകവരുത്തിയതിനു ശേഷം തൻ്റെ മക്കളെ എടുത്തു പറയുകയാണെങ്കിൽ സീഗേർഡ് സ്നേക്കൈനെയും അതുപോലെ റാഡ്ബാർഡിനെയും അവിടുത്തെ ഗവർണറുകളായിട്ട് നിയമിക്കുകയുണ്ടായി. ശേഷം നോർവേയിലെ കുറേ ഭാഗങ്ങൾ റാഗ്നാർ പിടിച്ചടക്കി. അവിടെ ഫ്രിഡ്ലീഫ് എന്ന് പറയുന്ന തൻ്റെ മകനെ ഭരണാധികാരിയായിട്ട് റാഗ്നാർ നിയമിച്ചു. പിന്നെ കുറച്ചു കാലങ്ങൾ കഴിഞ്ഞിട്ട് റാഗ്നാറും തൻ്റെ 3 പുത്രന്മാരുമായിട്ട് സ്വീഡനിലേക്ക് ആക്രമണം നടത്തി. എന്നാൽ അവിടെ ആ ഒരു സമയത്ത് സോർലെ എന്ന് പറയുന്ന പുതിയൊരു രാജാവ് വരികയും റാഗ്നാറിൻ്റെ മക്കളെ അങ്ങോട്ട് കയറാനായിട്ട് സമ്മതിക്കാതിരിക്കുകയും ചെയ്തു. അത് അധികാരത്തിൽ കയറാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്തു. അയാളുടെ ഒരു വല്ലാത്ത മോശമായിട്ടുള്ള ഡിസിഷനായിപ്പോയി. കാരണം റാഗ്നാറും റാഗ്നാറിൻ്റെ മക്കളും കൂടെ ചേർന്നിട്ട് സോർലെ എന്ന് പറയുന്ന രാജാവിനെയും പുള്ളിക്കാരൻ്റെ സൈന്യത്തിനെയും മൊത്തത്തിൽ തീർത്തു, വകവരുത്തിയതിനു ശേഷം ബിയോൺ ഐൻസൈഡിനെ ആ സിംഹാസനത്തിൽ ഇരുത്തി അവിടുത്തെ രാജാവാക്കി. ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ബിയോൺ ഐൻസൈഡിനെ റാഗ്നാർ നോർവേയുടെ അധികാരം ഏൽപ്പിക്കുകയും സ്വീഡൻ്റെ ഭരണാധികാരിയായിട്ട് റാഗ്നാറിൻ്റെ മകനായിട്ടുള്ള എറുക്കിനെ നിയമിക്കുകയും ചെയ്തു. ഇതിനൊക്കെ പുറമെ ഐവാർ ദ ബോൺലെസ്സിൻ്റെ നെഞ്ചിടിപ്പിക്കുന്ന കുറേ പ്രകടനങ്ങളും വൈക്കിംഗ് ചരിത്രത്തിലുണ്ടായിരുന്നു. ഈ ഗ്രേറ്റ് ഹീതൻ സൈന്യം ഉണ്ടല്ലോ, വൈക്കിങ്സിൻ്റെ ഗ്രേറ്റ് സൈന്യം, ആ ഒരു വലിയ സൈന്യത്തിൻ്റെ ലീഡറായിരുന്നു ഐവാർ ദ ബോൺലെസ്. അപ്പോൾ ഇത്രയും പ്രശസ്തരായിട്ടുള്ള വൈക്കിംഗ് ചരിത്രത്തിൽ അത്രത്തോളം എന്താ പറയുക പ്രൗഢിയും പ്രാവീണ്യവും അതുപോലെ തന്നെ അവർക്കായിട്ട് പേരുകളെല്ലാം നിർമ്മിച്ചെടുത്ത ഇത്രയും മക്കളുടെ പിതാവായിരുന്നു റാഗ്നാർ. അപ്പോൾ ഇത്ര മക്കളും റാഗ്നാറിനുണ്ടായത് റാഗ്നാറിൻ്റെ വിവാഹങ്ങളിൽ നിന്നായിരുന്നു. അതുകൊണ്ടാണ് റാഗ്നാറിൻ്റെ വിവാഹങ്ങൾക്ക് വൈക്കിംഗ് ചരിത്രത്തിൽ അത്രയും പ്രാധാന്യം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റാഗ്നാറിൻ്റെ വിവാഹങ്ങൾക്ക് അത്രയും പ്രാധാന്യം ഉണ്ടായിരുന്നു. കാരണം വൈക്കിങ്സിൻ്റെ തലവര തന്നെ മാറ്റിയ വിവാഹങ്ങളായിരുന്നു റാഗ്നാറിൻ്റെ വിവാഹങ്ങൾ. കാരണം അതിൽ നിന്നാണല്ലോ ഇവരൊക്കെ ഉണ്ടായത്. ഈ പറയുന്ന ഐവാർ ദ ബോൺലെസ്സും ബിയോൺ ഐൻസൈഡ് അവരെ കുറിച്ചൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഈ സീഗേർഡ് സ്നേക്ക് ഇവരൊക്കെ എന്ന് പറയുമ്പോൾ അത്രത്തോളം അവരുടെ എന്താ പറയുക പേര് നിലനിർത്തിയ ആളുകളാണ്. ഇനി ഈ വൈക്കിംഗ് ചരിത്രത്തിൽ എന്തുകൊണ്ട് റാഗ്നാറിന് ഇത്രയും പ്രാധാന്യം വന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് തന്നെ റാഗ്നാർ നടത്തിയിട്ടുള്ള പര്യടനങ്ങൾ തന്നെയായിരുന്നു. കാരണം എടുത്തു പറയുകയാണെങ്കിൽ പാരീസിലോട്ട് നടത്തിയിട്ടുള്ള റാഗ്നാറിൻ്റെ ആക്രമണങ്ങൾ, അതുപോലെ ഇംഗ്ലണ്ടിൽ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ, ഇതെല്ലാം വൈക്കിങ്സിൻ്റെ തലവരെ തന്നെ മാറ്റിയ കാര്യങ്ങളായിരുന്നു. റാഗ്നാറിൻ്റെ കാലഘട്ടങ്ങളിലായിരുന്നു ഈ കടൽ വഴിയുള്ള വൈക്കിങ്സിൻ്റെ ആ ഒരു ഹീറോയിസം അല്ലെങ്കിൽ ആധിപത്യം ഏറ്റവും കൂടുതൽ വന്നിരുന്നത്. അയാളുടെ ആ ഒരു വിഷൻ്റെ പുറത്തായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും റാഗ്നാറിൻ്റെ മക്കൾ, അവർ ചരിത്രത്തിൽ അത്രത്തോളം പ്രാധാന്യമുള്ള ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സായിരുന്നു. വൈക്കിംഗ് ചരിത്രത്തിൽ അത്ര പ്രാധാന്യമുള്ള ആളുകളായിരുന്നു. പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ സീഗേർഡ് സ്നേക്കായി, അതുപോലെ ബിയോൺ ഐൻസൈഡ്, അതുപോലെ ഐവാർ ദ ബോൺലെസ്, ഇവർ 3 പേര് അത്രത്തോളം പ്രസിദ്ധരായിട്ടുള്ള ആളുകളായിരുന്നു. അപ്പോൾ അവരുടെ ആക്ഷൻ എന്നുള്ള നിലയ്ക്കും റാഗ്നാർ പ്രശസ്തനായി. പിന്നെ വരുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും റാഗ്നാർ ഈ വൈക്കിങ്സിൻ്റെ സ്വപ്നങ്ങളുടെ അടയാളമാണ്, വൈക്കിംഗ് ആംബിഷൻ്റെ അടയാളമാണ്. കാരണം ഇവർ ഓരോ പര്യടനങ്ങൾക്ക് പോകുമ്പോഴും റാഗ്നാറിൻ്റെ കഥകളാണ് പറഞ്ഞിരുന്നത്. കാരണം വൈക്കിങ്സിന് അവരുടെ സ്വപ്നം, അവരുടെ ആ ഒരു അധികാരം അത് കടലും കടന്ന് കൊണ്ടുപോയി ദൂര സ്ഥലങ്ങളിലേക്കെല്ലാം കൊണ്ടുപോയത് റാഗ്നാറാണെന്നുള്ള രീതിക്ക് ഒരു
സിമ്പിൾ ഓഫ് അംബിഷനായിട്ട് റാഗ്നാറിനെ കാണുന്നുണ്ട്. അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും റാഗ്നാറിനെ മിക്കപ്പോഴും വിശ്വാസപരമായിട്ടുള്ള പല കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഇയാളുടെ ഒറിജിനെക്കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ്, പുള്ളിക്കാരൻ ഓഡിൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പിൻഗാമിയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കഥകൾ റാഗ്നാറിന് കുറച്ചുകൂടെ ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ സ്കാൻഡിനേവിയൻ ചരിത്രത്തിൽ അഭിമാനത്തിൻ്റെ ഒരു അടയാളമായിരുന്നു റാഗ്നാർ. അതുപോലെ തന്നെ ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ മനസ്സിൻ്റെ നിയന്ത്രണം വിടാതെ പൂർണ്ണമായും ശാന്തമായി ഇരുന്നുകൊണ്ട് അതിന് പൊരുത്തപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു അടയാളവും കൂടെയായിരുന്നു റാഗ്നാർ. അപ്പം അങ്ങനെ ഒരു പ്രാധാന്യം റാഗ്നാറിനുണ്ട്. എന്നാൽ റാഗ്നാർ ഒരു ചീഫായിട്ട്, ഒരു ഭരണാധികാരിയായിട്ട്, ഒരു യോദ്ധാവായിട്ട് നോക്കുകയാണെങ്കിൽ അയാളുടെ ഏറ്റവും മികച്ച ക്വാളിറ്റി തൻ്റെ കൂടെയുള്ള ആളുകളുടെ വിശ്വാസവും ലോയൽറ്റി, അതായത് കൂറ് പിടിച്ചടക്കുക എന്നുള്ളൊരു ക്വാളിറ്റി റാഗ്നാറിനുണ്ടായിരുന്നു. കാരണം റാഗ്നാർ എന്ന് പറയുന്നത് വളരെ ലോയലായിട്ടുള്ള ഒരുപാട് യോദ്ധാക്കളുടെ കമാൻഡറായിരുന്നു. അവർ റാഗ്നാർ പറയുന്ന എന്തും കേൾക്കുമായിരുന്നു. കാരണം അത്രത്തോളം വിശ്വാസം റാഗ്നാറിലുണ്ടായിരുന്നു. കാരണം റാഗ്നാർ അങ്ങനൊരു ബന്ധമാണ് അവരുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. ഇവരെല്ലാവരും എൻ്റെ ആളുകളാണ് എന്നൊരു ചിന്തയുണ്ട്. അല്ലാതെ എനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാണെന്നൊരു ചിന്തയല്ല, എൻ്റെ ആളുകളാണെന്നൊരു ചിന്ത റാഗ്നാറിനുണ്ടായിരുന്നു. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും റാഗ്നാറിനെ പലയിടങ്ങളിലും വർണ്ണിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ വളരെ കാരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരാളായിട്ടാണ്. കാരണം എല്ലാവർക്കും റാഗ്നാറിനോടൊരു താല്പര്യം തോന്നും. അയാളുടെ കൂടെയുള്ള ആളുകൾക്ക് ഇയാളത് കൊള്ളാമല്ലോ. കാരണം എപ്പോഴും ആ ഒരു ചാം റാഗ്നാറിന് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയായിരുന്നു. തൻ്റെ അപ്പിയറൻസിലാണെങ്കിലും ആളുകളുമായിട്ട് ഇടപെടുന്ന രീതിക്കാണെങ്കിലും ചില ആളുകളുണ്ടല്ലോ, ഇയാളുമായിട്ടൊന്ന് സംസാരിച്ചാൽ കൊള്ളാം, ഇയാളുമായിട്ടൊരു സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്താൽ കൊള്ളാം എന്ന് തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു ഇത് റാഗ്നാറിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ പോരാട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്കും യുദ്ധതന്ത്രങ്ങൾ, പുള്ളിക്കാരൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന തന്ത്രങ്ങൾ അത്രത്തോളം എഫക്റ്റീവായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതും റാഗ്നാറിൻ്റെ പ്രാധാന്യം വരുന്നുണ്ട്. പിന്നെ ഇത് മാത്രമല്ല, റാഗ്നാർ ഇപ്പം ഇത്ര കിട്ടി അപ്പോൾ അതിലങ്ങ് സമാധാനിക്കാം, അങ്ങനെയല്ലായിരുന്നു. അതിലൊതുങ്ങി നിൽക്കാതെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്, ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നേടിയെടുക്കാനുണ്ട്, ഇനിയും ഒരുപാട് സമ്പത്ത് എനിക്ക് നേടാനുണ്ട് എന്ന ചിന്തയിൽ എപ്പോഴും റാഗ്നാർ ആക്റ്റീവായിരുന്നു. ഇതൊക്കെയാണ് റാഗ്നാറിനെ ഏറ്റവും കൂടുതൽ ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ട് ആളുകളിലേക്ക് ഒരു മെയിൻ ഹീറോ ആയിട്ട് നിർത്തുന്ന രീതിക്കുള്ള ചില ക്വാളിറ്റീസും കാരണങ്ങളെന്ന് പറയുന്നത്. ഇപ്പം മനസ്സിലായോ എന്തുകൊണ്ടാണ് വൈക്കിങ്സിനെ കുറിച്ചൊരു സീരീസ് എടുത്തപ്പോൾ അതിൽ റാഗ്നാർ ലോത്ബ്രോക്കിനെ തന്നെ പ്രധാന കഥാപാത്രമാക്കിയത്? ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും നമുക്ക് അവരിലുള്ള പ്രത്യേകമായിട്ടുള്ള ക്വാളിറ്റീസ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ റാഗ്നാറിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും എപ്പോഴും ഉണ്ടാകുന്ന ചെറിയ ചെറിയ വിഷമങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകാതെ വലിയ നേട്ടങ്ങളിലേക്ക് തൻ്റെ ശ്രദ്ധ കൊണ്ടുപോവുകയും അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു റാഗ്നാറിൻ്റെ പ്രത്യേകത. അതുതന്നെയാണ് റാഗ്നാറിനെ ഇത്രത്തോളം സ്പെഷ്യലാക്കിയതും. ഇതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുപോലത്തെ കഥാപാത്രങ്ങളെയാണ് പല 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 ഇതിഹാസങ്ങളുടെയും പല പല കഥകളിലെയും പ്രധാന കഥാപാത്രങ്ങളായി നമുക്ക് കാണാനും കഴിയുന്നത്. അപ്പോൾ ഇതാണ് റാഗ്നാർ ലോത്ബ്രോക്ക് എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ക്യാരക്ടർ അനാലിസിസും അതുപോലെ തന്നെ റാഗ്നാർ ലോത്ബ്രോക്ക് എന്ന് പറയുന്ന ചരിത്രത്തിലെ സാഗകളിലുള്ള യഥാർത്ഥ റാഗ്നാർ ലോത്ബ്രോക്കിൻ്റെ ചില വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ